കനകക്കുന്നിൽ വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം കായൽ കെട്ടിത്താഴ്ത്തിയ സംഭവത്തിൽ പ്രതി പ്രകാശൻ പോലീസിനോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടലുളവാക്കുന്നത്. കൊല്ലപ്പെട്ട തങ്കമ്മയിൽ നിന്നും അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ കായംകുളം സസ്യ മാർക്കറ്റിലെ സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റുവെന്നും 4 വളകളും ഒരു മോതിരവും കൂടി 29 ഗ്രാം സ്വർണം വിറ്റുകിട്ടിയ 3,90,000 രൂപയിൽ 3,50,000 രൂപയോളം കടബാധ്യത തീർക്കുന്നതിന് വിനിയോഗിച്ചതായും പ്രതി വെളിപ്പെടുത്തി. മുതുകളന്തക്ക് കനകക്കുന്നിൽ വയോധികയെ കൊലപ്പെടുത്തി കായലിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതി പ്രകാശന്റെ പോലീസിനോടുള്ള വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. വയോധികയിൽ നിന്നും അപഹരിച്ച സ്വർണ്ണാഭരണങ്ങൾ കായംകുളം സസ്യ മാർക്കറ്റിലെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റുവെന്നും 4 വളകളും ഒരു മോതിരവും കൂടി 29 ഗ്രാം സ്വർണം വിറ്റുകിട്ടിയ 3,90,000 രൂപയിൽ 3,50,000 രൂപയോളം കടബാധ്യത തീർക്കുന്നതിന് വിനിയോഗിച്ചതായും പ്രകാശൻ പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു. മദ്യപിക്കുന്നതിന് കുറെ പണം ചിലവഴിച്ചിട്ടുണ്ട്. ബാക്കി 15,500 രൂപ തെളിവെടുപ്പിന് ഇടയിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് പ്രതി പ്രകാശൻ തങ്കമ്മയുടെ വീടിന്റെ വടക്കുവശത്തെ വീടുകളുടെ പുരയിടത്തിൽ കൂടി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തങ്കമ്മയുടെ വീട്ടിലെത്തിയത്. തങ്കമ്മയെ വിളിച്ചപ്പോൾ അറിയാവുന്ന ആൾ ആയതിനാൽ വാതിൽ തുറന്നു. പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറിയ പ്രകാശൻ കട്ടിലിൽ കിടന്ന തലയിണയെടുത്ത് തങ്കമ്മയുടെ മുഖത്ത് അമർത്തി. ബോധം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ തങ്കമ്മ ധരിച്ചിരുന്ന കൈലിമുണ്ടുകൊണ്ട് തന്നെ അവരെ ബന്ധിച്ചു. കാലുകൾ കൂട്ടിക്കെട്ടി, തോർത്തുകൊണ്ട് കൈകൾ ബന്ധിച്ചു. ധരിച്ചിരുന്ന 4 വളകളും ഒരു മോതിരവും ഊരിയെടുത്തു. തുടർന്ന് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി പടിഞ്ഞാറ് ഭാഗത്തെ കായൽക്കരയിൽ മണിക്കൂറുകളോളം ഇരുന്നു. അപ്പോഴേക്കും തങ്കമ്മ മരിച്ചിട്ടുണ്ടാകും എന്നാണ് പോലീസിന്റെ നിഗമനം. അയൽവാസികൾ ഉറങ്ങിയെന്ന് മനസ്സിലായതോടെ രാത്രി 12 മണിക്ക് ശേഷം പ്രതി മൃതദേഹം കായൽക്കരയിൽ എത്തിച്ചു. കായലോരത്ത് കാട്ടുകല്ല് ഇളക്കി കയ്യിൽ കരുതിയിരുന്ന റോപ്പ് കൊണ്ട് വയോധികയുടെ കഴുത്തുമായി കൂട്ടിക്കെട്ടി. കടവിൽ കെട്ടിയിരുന്ന പഞ്ചായത്ത് വക വള്ളത്തിൽ മൃതദേഹം കയറ്റി കായലിൽ ബോട്ട് ചാലിൽ കൊണ്ടിരുന്ന് തള്ളി. തിങ്കളാഴ്ച രാവിലെയാണ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തിയത്. അതേസമയം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും തൃക്കുന്നപ്പുഴ SHO ലാൽ സി ബേബി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.